വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ബയോസ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയുടെ ഡേറ്റ എന്ന് പറയുന്ന പോർഷനാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാര്യം ഡേറ്റ നമുക്ക് എന്തിനാണ് ആവശ്യം? ഡേറ്റ എന്ന് വെച്ചാൽ അത് സെറ്റ് ഓഫ് മേ ബി ന്യൂമറിക്കൽസ് ആകാം, അല്ലെങ്കിൽ ഈവൻ വേർഡ്സ് ആകാം, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? കാര്യം ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇന്റർപ്രിറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഔട്ട്കം എന്നൊക്കെ അറിയണമെങ്കിൽ വി നീഡ് സം ഡേറ്റ. സോ ഡേറ്റ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അത് ക്വാളിറ്റി ഉള്ളത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ന്യൂമറിക്കലൊന്നും കമ്പ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ബേസിക്കലി ക്യാരക്ടേഴ്സും ആട്രിബ്യൂട്ട്സുകളും മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്താണ്, ഇപ്പൊ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനോട് ആൾക്കാർക്ക് എങ്ങനെയാണ്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മ്യൂസിക് ആണോ ആർട്ട് ആണോ പ്രിഫർ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെ. നെക്സ്റ്റ് വൺ ഈസ് നോർമൽ ഡേറ്റ ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾസോ കോൾഡ് as normal skills used for labeling variable without any order ആണ്. ഇപ്പൊ എക്സാമ്പിൾ ജെൻഡർ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ, അതേഴ്സ്. ഐ കളർ ആണെങ്കിൽ ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ എക്സെട്ര. അതുപോലെ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഓർഡിനൽ ഡേറ്റ ആണ്. ഫോളോസ് എ നാച്ചുറൽ ഓർഡർ ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഇസ് നോട്ട് യൂണിഫോം. അതായത് ഒരു കറക്റ്റ് ഓർഡറിൽ പോകുന്നുണ്ട്, പക്ഷെ എന്താണ് ഇതിന്റെ വാല്യൂ ഒന്നും ഒരുപോലെയൊന്നും അല്ല എന്നുള്ളതാണ്. മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ സർവേ ആൻഡ് ക്വസ്റ്റനറി. സർവേയും ക്വസ്റ്റനറിയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാം. ഇപ്പൊ എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കുവാണെങ്കിൽ എലിമെന്ററി, ഹൈസ്കൂൾ, കോളേജ് എന്നൊക്കെ പറയുന്ന പോലെ, ലെറ്റർ ഗ്രേഡ്സ് ABC എന്നൊക്കെ പറയുന്ന പോലെ. നെക്സ്റ്റ് വൺ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണ്. ഇത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ എക്സാമ്പിൾ ഡെയിലി ടെമ്പറേച്ചർ, പ്രൈസ് ഓഫ് ഗുഡ്സ്, വെയിറ്റ്, ഇൻകം എന്നൊക്കെ പറയുന്ന പോലെ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്രീറ്റ് ഡേറ്റ ആണ്. ക്യാൻ ഓൺലി ടേക്ക് ഹോൾ നമ്പർ വാല്യൂ. നമുക്ക് ഹോൾ നമ്പർ വാല്യൂ ആയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ്, നമ്പർ ഓഫ് ചിപ്സ് ഇൻ ദ ബാഗ് എന്ന് പറയുന്ന പോലെ ഡിസ്ക്രീറ്റ് ആയിരിക്കും. നമുക്ക് ഹോൾ നമ്പർ ആയിട്ട് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് ഡേറ്റ ആണ്. ക്യാൻ ടേക്ക് വാല്യൂ ബിറ്റ്വീൻ എ ഗിവൺ റേഞ്ച് അലോയിങ് ഡെസിമൽ വാല്യൂ. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത്ര മുതൽ ഇത്രയ്ക്കുള്ളിലാണ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഹൈറ്റ്, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഡെയിലി ടെമ്പറേച്ചർ റെക്കോർഡിംഗ്, വിൻഡ് സ്പീഡ് മെഷർമെന്റ്. അപ്പൊ എത്രയും ടൈപ്പുള്ള ഡേറ്റാസ് ഉണ്ട് എന്നുള്ളത് പഠിക്കാം. ക്വാണ്ടിറ്റേറ്റീവിലാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഡേറ്റയും ആൻഡ് കണ്ടിന്യൂസ് ഡേറ്റയും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡേറ്റ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഹാൻഡിൽ നിന്നായിരിക്കും. അത് ആരാണോ എടുത്തത് അയാളുടെ നിന്നായിരിക്കും. സെക്കൻഡറി ഡേറ്റ വെച്ചാൽ നേരത്തെ കളക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇനി പ്രൈമറി ഡേറ്റ സോഴ്സ് എവിടെയാണ്? സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, ബയോളജിക്കൽ സാമ്പിൾ, ഫിസിയോളജിക്കൽ അസസ്മെന്റ്, ടെസ്റ്റ്, എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് സോഴ്സ് ഓഫ് സെക്കൻഡറി ഡേറ്റ. നമുക്ക് സെക്കൻഡറി ഡേറ്റ എവിടെ നിന്ന് കിട്ടാം? ലൈബ്രറിയൻ, ട്രേഡ് റിപ്പോർട്ട്, പ്രൈവറ്റ് ബിസിനസ് റെക്കോർഡ്, അഡ്വർടൈസിംഗ് മീഡിയ, ഇൻഡസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള ഡേറ്റകൾ കിട്ടാം. സോ ഫസ്റ്റ് അറിയേണ്ടത് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ആണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആയിരിക്കും, സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്ത ആൾക്കാരെന്നായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുക? സോ ഒബ്സർവേഷൻ മെത്തേഡ്, നമ്മൾ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇവിടെയാണെങ്കിൽ സ്റ്റഡിങ് കൺസ്യൂമർ ബിഹേവിയർ ബൈ ഒബ്സർവിംഗ് ദ ചോയ്സ്. അവരുടെ ചോയ്സ് എങ്ങനെയാണ്, അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇതാണോ താല്പര്യം എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ക്വസ്റ്റനറി മെത്തേഡ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് ക്ലോസ്ഡ് എൻഡ് ഉണ്ട്, ഓപ്പൺ എൻഡ് ഉണ്ട്, മെയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫേസ് ടു ഫേസ് ഉണ്ട്. ക്ലോസ്ഡ് എൻഡ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? അതായത് സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളതായിരിക്കും. ഓപ്പൺ എൻഡ് ആണെങ്കിലോ ലൈക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഉത്തരം അതിൽ പറയാം. മെയിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മെയിൽ വഴി ചോദിക്കുകയായിരിക്കും. ആൻഡ് ഫേസ് ടു ഫേസ് ആണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ചോദിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇവിടെ ഞാൻ സ്ട്രക്ചേർഡ് ഫോം കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഈ ഒരു ഗ്രാഫ് പഠിക്കുന്ന നന്നായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർവ്യൂ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ ഡയറക്ട്ലി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണ് ചെയ്യുക. അവിടെ തന്നെ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ക്ലിനിക്കൽ ഇന്റർവ്യൂ, റിസർച്ച് ഇന്റർവ്യൂ, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ ഇന്റർവ്യൂ. സ്ട്രക്ചർഡ് ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നമ്മൾ പ്രോപ്പർ ആയിട്ട് ചോദിക്കുന്നു, ഉത്തരം എടുക്കുന്നു. അൺസ്ട്രക്ചർഡ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് ചോദിക്കുന്ന രീതി നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ക്ലിനിക്കൽ ഇന്റർവ്യൂ ആണെങ്കിലോ നമ്മൾ ബേസിക്കലി ക്ലിനിക്കൽ സെറ്റപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഒരു ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി ചെയ്യുന്നു. ആൻഡ് റിസർച്ച് ഇന്റർവ്യൂ ആണെങ്കിൽ റിസർച്ചിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ നമുക്കൊരു കാര്യം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇന്റർവ്യൂ. ആൻഡ് സെലക്ഷൻ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ബേസിക്കലി ഇന്റർവ്യൂ ഒക്കെയാണ് സെലക്ഷൻ ഇന്റർവ്യൂ ഒക്കെ നമുക്ക്
പറയാൻ പറ്റുക. സോ ഇത് ഇത്ര എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ നമുക്ക് ജസ്റ്റ് 10 മാർക്കിനുള്ള സമ്പന്നത്തുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാന്നുള്ളതാണ്. ഇനി ഷെഡ്യൂൾ മെത്തേഡ് ആണ്. എ സ്ട്രക്ചർഡ് ഫോം വിത്ത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ യൂസ് ഫോർ ട്രെയിനർ എന്യൂമറേറ്റ് ടു കളക്ട് ഡേറ്റ. സോ ഷെഡ്യൂൾ മെത്തേഡ് നമുക്ക് സ്ട്രക്ചർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. പ്രൊജക്റ്റീവ് മെത്തേഡ് ഉണ്ട്. Understand hidden motive, attributes or decide by allowing respond to project their thoughts onto given scenario. നമ്മളൊരു സിനാരിയോ കൊടുക്കും, എന്നിട്ട് അവരോട് നമ്മൾ പറയും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന രീതിയായിരിക്കും. അവരുടെ മോട്ടീവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സർവേ മെത്തേഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. സർവേ മെത്തേഡ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, ലൈക്ക് ഓൺലൈൻ സർവേ, പേപ്പർ സർവേ, ടെലിഫോണിക് സർവേ, 1-to-1 ഇന്റർവ്യൂ. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഓൺലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് സർവേ നടത്താം അല്ലെ, ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാം. പേപ്പർ സർവേ, പേപ്പേഴ്സ് നമുക്ക് കൊടുക്കാം, അവർക്ക് ടിക്ക് ചെയ്യാൻ പറയാം. ടെലിഫോണിക് സർവേ ഉണ്ട്, സോ ടെലിഫോൺ വഴി നമുക്ക് വിളിച്ച് ചോദിക്കാം. 1-to-1 ആണെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരടുത്ത് നമുക്ക് പോയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ, FGD അല്ലെങ്കിൽ GD എന്നൊക്കെ പറയും കേട്ടോ. സോ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇവിടെ നമ്മൾ ടോപ്പിക് കൊടുക്കും, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയാണ്. ഇതൊരു ക്വാളിറ്റേറ്റീവ് മെത്തഡാണ്. ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ട് ആ ടോപ്പിക്കിനെ പറ്റി പറയൂ എന്നൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കും. അൺസ്ട്രക്ചർഡ് ഡിസിഷൻസ് ഉണ്ടായിരിക്കും. നാച്ചുറൽ കൺവെർസേഷൻ കൂടുതൽ എൻകറേജ് ആകും എന്നുള്ളതാണ്. അത് മാത്രമല്ല ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ആണ്. കുറെ പേര് ഇരുത്തിയിട്ട് അവർ ഡിസ്കസ് ചെയ്യാൻ പറയുന്ന രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി എക്സ്പെരിമെന്റ് ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആണ്. സോ എന്താണ് ഒബ്സർവേഷണൽ സ്റ്റഡി? നാം പറഞ്ഞതുപോലെ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടായിരിക്കും, അവരെ നമ്മൾ കണ്ടു പഠിക്കുവാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ സ്റ്റഡീസ് ആണ്. റിസർച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ആൻ ഇന്റർവെൻഷൻ ആൻഡ് ഒബ്സർവ് ഇറ്റ്സ് എഫക്ട്. സോ ഇവിടെ നമ്മളൊരു ഇന്റർവെൻഷൻസ് കൊടുത്തിട്ട് ആ ഒരു എഫക്ട് എങ്ങനെ നടക്കുന്നത് എന്ന് പറ്റി പഠിക്കുന്നതാണ്. അത് ഒബ്സർവേഷൻ മീൻസ് ഒരു നാച്ചുറൽ എൻവയോൺമെന്റും, എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇന്റർവെൻഷനിലാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുന്ന രീതിയാണ് കേട്ടോ. സോ ടൈപ്പ് ഓഫ് സ്റ്റഡിയിൽ തന്നെ നമുക്കുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. സോ ബേസിക്കലി അവിടെ തന്നെ കേസ് റിപ്പോർട്ട് ഉണ്ട്, കേസ് സീരീസ് ഉണ്ട്, എക്കോളജിക്കൽ സ്റ്റഡി ഉണ്ട്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ഉണ്ട്. സോ എന്താണ് കേസ് റിപ്പോർട്ട്? ഇവിടെ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ആൻ അൺയൂഷ്വൽ മെഡിക്കൽ കണ്ടീഷൻ. നമുക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കേസ് റിപ്പോർട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാം കേട്ടോ. മോർ കൺവീനിയന്റ് ആണ്, മോർ റിലയബിൾ ആണ്, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. കേസ് സീരീസ് ആണെങ്കിൽ എ കളക്ഷൻ ഓഫ് സിമിലർ കേസ് വിത്തൗട്ട് എ കമ്പാരിസൺ ഗ്രൂപ്പ്. ഇവിടെ കമ്പാരിസൺ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു സിമിലർ കേസിന് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ കോവിഡ് ആണെങ്കിൽ കോവിഡിന്റെ സെറ്റ് ഓഫ് കേസ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. എക്കോളജിക്കൽ സ്റ്റഡി ആണെങ്കിൽ ഒരു ഡിസീസ് ഒരു പോപ്പുലേഷനെ എത്ര ഫ്രീക്വൻസിയിൽ അവരെ ബാധിക്കുന്നു എങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഗിവൺ ടൈമിൽ എത്ര പ്രിബാലൻസ് ഉണ്ടായി എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചുമ്മാ എഴുതാലും വേണമെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈസി ടു സ്റ്റഡി, ഈസി മെത്തേഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രിക്കാർക്ക് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അനലിറ്റിക്കൽ സ്റ്റഡി ആണ്. അവിടെ കേസ് കൺട്രോൾ സ്റ്റഡി ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ് കേട്ടോ വിത്ത് എ ഡിസീസ് ടു ദോസ് വിത്തൗട്ട് ഇറ്റ്. അസുഖമുള്ള ഒരാളെയും അസുഖം ഇല്ലാത്ത ഒരാളെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. കേസ് കൺട്രോൾ, അതൊരു കൺട്രോൾ ഉണ്ടായിരിക്കും, നമുക്കൊരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. നമ്മൾ കൺട്രോൾ ചെയ്യുവാണ്. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് കൊഹോർട്ട് സ്റ്റഡി ആണ്. ഫോളോസ് എക്സ്പോസ് ആൻഡ് നോൺ എക്സ്പോസ് ഇൻഡിവിജ്വൽ ഓവർ ടൈം. സോ നമ്മൾ എക്സ്പോസ്ഡും നോൺ എക്സ്പോസ്ഡും ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നമ്മൾ സമയം കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോവിഡ് വന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും തമ്മിൽ. എക്സ്പെരിമെന്റ് സ്റ്റഡി ഉണ്ട്. അവിടെ തന്നെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആൻഡ് നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. സോ കൊഹോർട്ട് സ്റ്റഡിയുടെ അഡ്വാൻറ്റേജ് മോർ കൺട്രോൾ ഓവർ ഡേറ്റ കളക്ഷൻ. കൺട്രോൾ ആണ്. സ്റ്റഡി ഔട്ട്കം ഈസി ടു ചെക്ക്. കൺട്രോൾ ടെമ്പറൽ സീക്വൻസ്, റിസ്ക് എസ്റ്റിമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആൻഡ് റേറ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ക്യാൻ സ്റ്റഡി ഡിഫറെന്റ് ഡിസീസ് ഓർ ഔട്ട്കം. നമുക്ക് പല അസുഖങ്ങളും ഔട്ട്കമും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നിന്റെയും ഞാൻ അഡ്വാൻറ്റേജും അതിന്റെ കേസ് കൺട്രോളിന്റെ ഡെഫിനേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. സോ കേസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് എപ്പിഡെമോളജിക്കൽ സ്റ്റഡിയാണ്. ഒരു പോപ്പുലേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈവൻ പറഞ്ഞതുപോലെ ഒരു കേസും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കും. സോ നമ്മൾ കമ്പയർ ചെയ്തൊക്കെ നമ്മൾ പഠിക്കുന്ന രീതിയാണ്. സോ അതാണ് ഓഫ് എ ഗ്രൂപ്പ് ഹു എയ്തർ ഹാവ് കേസ് ഓർ ഡു നോട്ട് ഹാവ് കൺട്രോൾ എ പെർട്ടിക്കുലർ ഹെൽത്ത് പ്രോബ്ലം.
സോ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, നമുക്ക് ഒന്നെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു പോപ്പുലേഷനെ നമ്മൾ പഠിക്കുന്ന രീതിയാണ്. ഒരു എപ്പിഡമോളജിക്കൽ സ്റ്റഡിയാണ്, ഡിസൈൻ ഇൻ വിച്ച് ദ സ്റ്റഡി പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്. കണ്ടോ, അവിടെ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന പോസിറ്റീവ് ഇന്ന നെഗറ്റീവ് എന്നില്ല, കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പാണ് ഹു എയ്തർ ഹാവ് കേസ് ഓർ ഡു നോട്ട് ഹാവ് കൺട്രോൾ. അതായത് ഒന്നെങ്കിൽ കേസ് ഉണ്ടാകാം, ഇല്ലെങ്കിൽ കൺട്രോൾ ഉണ്ടാകും. പക്ഷെ അവിടെ നമുക്കൊരു കേസും കൺട്രോളും വേണം, എന്നാൽ മാത്രമേ നമുക്ക് കേസ് കൺട്രോളും പഠിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ഒന്നെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം, ഒരു പോപ്പുലേഷൻ എടുക്കുവാണ്, അവിടെ എത്ര പേർക്ക് കോവിഡ് ബാധിച്ചു എന്ന് നമുക്ക് അറിയണം എന്നുള്ളതാണ്. മേ ബി ആ പോപ്പുലേഷനെ ബാധിച്ചേക്കാം, ഇല്ലെങ്കിൽ ബാധിക്കാതെയും ഇരിക്കാം. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേറ്റർ കമ്പയർ ദ കേസ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദർ ഫ്രീക്വൻസി ഓഫ് പാസ്റ്റ് എക്സ്പോഷർ ടു സ്പെസിഫിക് ഫാക്ടേഴ്സ്. സോ ഓൾറെഡി നമ്മുടെ ഡേറ്റ ഉണ്ടാവും, ഓൾറെഡി എക്സ്പോഷർ ഡേറ്റ ഉണ്ടായിരിക്കും, അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്ത്, ഓൾറെഡി നമുക്ക് കൺട്രോളും എന്താണ് കേസും വേണം, എന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. നോ ഔട്ട്കം ബേസ്ഡ് എക്സ്പോഷർ സെലക്ഷൻ. സെലക്ഷൻ ക്യാൻ ബി റാൻഡം ഓർ സിസ്റ്റമിക്. ഒന്നെങ്കിൽ റാൻഡം ആകാം, ഇല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ മാച്ചിങ് ഓൺ സ്പെസിഫിക് വേരിയബിൾ, അതായത് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഫ്രീക്വൻസി മാച്ചിങ്ങോ ആകാം എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ പറയുവാണ് 2 മുതൽ 3 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രം സ്റ്റഡി ചെയ്താൽ മതി എന്ന് പറയുവാണെങ്കിൽ പോലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു കേസും കൺട്രോളും വേണം എന്നുള്ളതാണ്. നമുക്ക് പ്രോസ് പറയുവാണെങ്കിൽ ക്വിക്ക് ഡിസൈൻ ആണ്, പെട്ടെന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, ഇൻഎക്സ്പെൻസീവ് ആണ്, റെയർ ഡിസീസ് പോലും നമുക്ക് അറിയാൻ പറ്റും, മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ അതുമാത്രമല്ല കോൺസ് ആണെങ്കിൽ ലിമിറ്റഡ് റിസ്ക് ഫാക്ടർ ആണ്, കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, കോമൺ ഡിസീസിനൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കോമൺ ഡിസീസിന് സ്യൂട്ടബിൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഡിസഡ്വാൻറ്റേജ് ആവുന്നത്, അപ്പൊ നമുക്ക് കോമൺ ഡിസീസിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഒരു റെയറസ്റ്റ് ഓഫ് റെയർ തിങ് ഒന്നുമല്ല, ഇതൊരു കോമൺ തിങ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ചേഞ്ചിങ് എക്സ്പോഷ്യർ, ദ എക്സ്പോഷ്യർ സ്റ്റേറ്റസ് മേ ചേഞ്ച് ഡ്യൂറിംഗ് ദ സ്റ്റഡി, മാറിക്കൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ് കേട്ടോ. സോ നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കോമൺ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പഠിച്ചങ്ങ് പോവാം കേട്ടോ. ഇനി എക്സ്പെരിമെന്റിലാണ് നമ്മൾ ഇന്റർവെൻഷൻ സ്റ്റഡി എന്ന് പറയാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ് ദ സ്റ്റഡി സബ്ജക്ട്. സോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. സോ ഇൻക്ലൂഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, RCT ആൻഡ് നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. ഇവിടെയാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് റാൻഡമൈസ്ഡും ആകാം, നോൺ റാൻഡമൈസ്ഡും ആകാം. സോ റാൻഡമൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ, അത് എപ്പിഡമോളജിക്കൽ എക്സ്പെരിമെന്റ് ആണ്, ഒരു പ്ലാൻഡ് എക്സ്പെരിമെന്റ്. നമ്മൾ പ്രൊഫൈലാറ്റിക്, ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഏജന്റ്, ഡിവൈസ്, റെജിമെൻ, പ്രൊക്യൂർമെന്റ് അപ്ലൈ ടു ഹ്യൂമൻ സബ്ജക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് റാൻഡമൈസ്ഡ്. ഒന്നും കൂടെ പറയാം. സോ നമുക്ക് ലൈക്ക് എന്താണ്, ഇനിയിപ്പോൾ വരാൻ പോകുന്നതോ അല്ലെങ്കിൽ വന്ന് കഴിയുന്നതോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ എ പ്ലാൻഡ് എക്സ്പെരിമെന്റ് ഡിസൈൻ ടു ആക്സസ് ദ എഫിഷ്യൻസി. കണ്ടോ, അതായത് ഒരെണ്ണത്തിന്റെ കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ എഫിഷ്യൻസി എങ്ങനെയാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. RCT have questioned that valid for widely used treatments as oral agent, varicose vein stripping and tonsillectomy. സോ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് വൈഡ്ലി ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റിലേക്ക് ഓറൽ ഏജൻസിനെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RCT ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബേസിക് ആയിട്ട് എഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണം, അതിനു വേണ്ടി ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡാണ് എന്ത്, RCTS എന്ന് വെച്ചാല്. ഓക്കെ, സോ ബേസിക് സ്റ്റെപ്പ് പറയുവാണെങ്കിൽ നമ്മൾ പ്രോട്ടോകോൾ എടുക്കുക, സെലക്ടിങ് റെഫറൻസ് ആൻഡ് എക്സ്പെരിമെന്റൽ പോപ്പുലേഷൻ, നമ്മൾ ഏത് പോപ്പുലേഷൻ എടുക്കാൻ പോകുന്ന നോക്കുക, റാൻഡമൈസേഷൻ, മാനിപ്പുലേഷൻ, ഫോളോ അപ്പ്, അസസിങ് ഓഫ് ദി ഔട്ട്കം. ഇതെല്ലാം എല്ലാത്തിനും RCTക്ക് പ്രോപ്പർ ആണ് കേട്ടോ. നമുക്ക് നോർമലി റിസർച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പ്രോട്ടോകോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടി വരും, റെഫറൻസ് ഒക്കെ എടുക്കേണ്ടി വരും, എക്സ്പെരിമെന്റൽ പോപ്പുലേഷൻ നമ്മൾ നോക്കേണ്ടി വരും, റാൻഡമൈസേഷൻ ചെയ്യണം, ആൻഡ് മാനിപ്പുലേഷൻ ഓർ ഇന്റർവെൻഷൻ, നമുക്ക് എന്താണോ ആവശ്യം നമ്മൾ അത് ഇന്റർവെൻഷൻ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും, ഫോളോ അപ്പ് ചെയ്യണം, ആൻഡ് അസസ്മെന്റ് ഓഫ് ഔട്ട്കം ആണ്. ഇത് കോമൺ ആയ കാര്യമാണ്. ഇനി റാൻഡമൈസേഷൻ ആണെങ്കിൽ ദ ഹാർട്ട് ഓഫ് RCT. സോ റാൻഡമൈസേഷൻ ആണ് എന്താണ്, ഈ ഒരു RCT അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിന്റെ ഏറ്റവും ഹാർട്ട് എന്ന് പറയാൻ പറ്റും. സോ പാർട്ടിസിപ്പൻസ് ആർ അലോക്കേറ്റ് ഇൻ ടു ഇന്റർവെൻഷൻ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് റാൻഡമലി. കണ്ടോ, കൺട്രോൾ ഗ്രൂപ്പിലും നമ്മൾ പാർട്ടിസിപ്പൻസ് നമ്മൾ ഇന്റർവെൻഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്റർവെൻഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻഷുറിംഗ് അൺബയസ്ഡ് അലൊക്കേഷൻ ടു പ്രൂവ് എഫിഷ്യൻസി ഓഫ് എ ന്യൂ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അത് ഓക്കെ ആണോ അല്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RCT യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുന്നു, ഒരു കൺട്രോൾ ഗ്രൂപ്പ് റാൻഡംലി നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് ആർ അലോക്കേറ്റ് ഇൻ ടു ഇന്റർവെൻഷൻ. ഒന്നെങ്കിൽ നമ്മൾ ഇന്റർവെൻഷൻ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ജസ്റ്റ് നോക്കി വെക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. റാൻഡമൈസ്ഡ്, നോൺ റാൻഡമൈസ്ഡ് ഒക്കെ 5 മാർക്ക് 10 മാർക്കൊക്കെ ചോദിക്കാനുള്ള ചാൻസ്
കൂടുതലാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് നോൺ റാൻഡമൈസ്ഡ് ആണ്. നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ അവിടെ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞല്ലേ. സോ നോൺ RCT is an experimental study designed where subject in a population are non-randomly allocated to different group. സോ മറ്റടുത്ത് നമ്മൾ റാൻഡമൈസേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു റാൻഡമൈസേഷൻ ദ ഹാർട്ട് ഓഫ് ദി എക്സ്പെരിമെന്റ് പറഞ്ഞു അല്ലെ. ഇവിടെ നോൺ റാൻഡമൈസ്ഡ് ആണ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും വെക്കില്ല, എവിടെയെങ്കിലും ഒക്കെ അങ്ങ് നിൽക്കട്ടെ എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. സോ നമ്മൾ ക്വസി എക്സ്പെരിമെന്റ് ഡിസൈൻ എന്ന് പറയാറുണ്ട്. സോ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. സ്റ്റഡി പോപ്പുലേഷൻ ചൂസൺ ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് ക്രൈറ്റീരിയ. റാൻഡമൈസേഷൻ ഈസ് നോട്ട് ദ മെയിൻ എലമെന്റ് ഫോർ നോൺ RCT. റാൻഡമൈസേഷൻ ഒരു മെയിൻ എലമെന്റ് അല്ല. സോ ടൈപ്പ് ഓഫ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്. സോ നമുക്ക് ബേസിക്കലി ഡേറ്റാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവാറുണ്ട്, ഡിസ്ക്രീറ്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവാറുണ്ട്. സോ കണ്ടിന്യൂസ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കണ്ടിന്യൂസ് ഡേറ്റ ഇസ് മെഷർഡ് ഓൺ എ സ്കെയിൽ സച്ച് വെയിറ്റ് ഓർ ഹൈറ്റ്. ഇപ്പം ഹൈറ്റ് നോക്കുക, വെയിറ്റ് നോക്കുക, അതാണ് കണ്ടിന്യൂസ് ഡേറ്റ. ക്യാൻ ബി പ്രസന്റ് ഹിസ്റ്റോഗ്രാം ഓർ ബെറ്റർ കമ്പാരിസൺ ആൻഡ് അണ്ടർ ഗോയിങ് ഓഫ് ട്രെൻഡ്. സോ നമുക്ക് അവിടെ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് എന്താണോ പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസ്ക്രീറ്റ് ഡേറ്റ ആണെങ്കിൽ കണ്ടിന്യൂസ് ഡേറ്റ പോലെയല്ല, അവിടെ നമുക്ക് കൗണ്ടബിൾ വാല്യൂസ് എന്താണ് ഉണ്ട് എന്നുള്ളതാണ്. സച്ച് എസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം, എത്ര പേരുണ്ട്, നമ്മൾ നേരെ ചിപ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു കൈൻഡ് ഓഫ് മെഷർമെന്റ് ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, hypogeometric distribution and geometric distribution. So binomial distribution എന്താണ്, describe the probability of a certain number of success or failure in given number of trial. ഒരു ട്രയലിൽ എത്ര സക്സസ് ഉണ്ടാവും എത്ര ഫെയിലിയർ ഉണ്ടാവും അത് മാത്രമേ ഉള്ളൂ. യൂസ്ഡ് വെൻ there are only two outcome, രണ്ട് ഔട്ട്കം, ഒന്നെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ തോക്കും, അതാണ് ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ. സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻ ഒക്കറിംഗ് വിത്ത് എ ഫിക്സഡ് ടൈം പീരീഡ്. ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയായിരിക്കും. യൂസ്ഫുൾ മോഡലിംഗ് റാൻഡം ഈവൻസ് സച്ച് ആസ് കസ്റ്റമർ അറൈവൽ ഓർ ഫോൺ കോൾ. നമ്മൾ പറയുന്ന പോലെ ഇത്ര കോൾ വരുമായിരിക്കും അല്ലെങ്കിൽ ഇത്ര കസ്റ്റമേഴ്സ് വരുമായിരിക്കും എന്ന് നമ്മൾ പറയുന്ന പോലെ. ഇനി ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, യൂസ്ഡ് വെൻ സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അവിടെ സാമ്പിളിന് റീപ്ലേസ്മെന്റ് ഇല്ലാതെ തന്നെ. കോമൺ ഇൻ പ്രോബബിലിറ്റി സ്റ്റഡി ഇൻവോൾവിംഗ് എ ഫിനൈറ്റ് പോപ്പുലേഷൻ. സോ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി സ്റ്റഡിയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നേരത്തെ ഹൈപ്പർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റി ഓഫ് അച്ചീവിംഗ് എ സക്സസ് ആഫ്റ്റർ എ സർട്ടൻ നമ്പർ ഓഫ് ഫെയിലിയർ. സോ ഒരു സർട്ടൻ നമ്പർ ഓഫ് ഫെയിലിയർ കഴിഞ്ഞ ശേഷം എപ്പോഴായിരിക്കും നമുക്ക് സക്സസ് കിട്ടുക എന്ന് പറയുന്നത് പോലെ. നെക്സ്റ്റ് യൂസിങ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിലയബിലിറ്റി ടെസ്റ്റിംഗ്. അതായത് എപ്പോഴായിരിക്കും നമുക്ക് സക്സസ് കിട്ടുക. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരു കോയിൻ 4 പ്രാവശ്യം ഞാൻ ടോസ് ചെയ്താലാണ് എനിക്ക് ഹെഡ് എന്ന ഫെയിലിയർ കിട്ടുക എന്ന് പറയുന്ന പോലെ. അതിപ്പോൾ എക്സാമ്പിൾ, എൻ്റെ ഒരു കോയിൻ ഉണ്ട്, ഒരാൾ ചോദിക്കുകയാണ് നീ ഇത് എത്ര പ്രാവശ്യം മറിച്ചിട്ടാൽ ഹെഡ് നിനക്ക് കിട്ടും അല്ലെങ്കിൽ ഫെയിലിയർ നിനക്ക് കിട്ടും എന്ന് ചോദിക്കുവാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയുവാണ് 5 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു എന്തൊരു ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു ഹെഡോ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കോമൺലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡേറ്റ പോയിന്റ് ഫ്രം ബാൾ ഷേപ്പ് കർവ്. സോ ഒരു ബോൾ ഷേപ്പ് കർവ് പോലെ കാണുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഓഫൺ യൂസ് ഇൻ ഫിനാൻഷ്യൽ ഡേറ്റ ഫോർ പ്രഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ്. സോ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ പ്രഡിക്ട് ചെയ്യുന്നില്ല, അതാണ് ലോഗ് നോർമൽ. സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സ്ട്രാ എഴുതാം എന്നുള്ളതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പറ്റുവാണെങ്കിൽ പഠിക്കാം. കാര്യം ബിക്കോസ് നമുക്ക് ചിക് സ്ക്വയർ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, യൂസ്ഡ് ഇൻ വേരിയസ് അനാലിസിസ് ആൻഡ് അനോവ ടെസ്റ്റിംഗ്. സോ അനോവ ടെസ്റ്റിംഗ് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ടി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്, മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ് ആൻഡ് എക്സ്പെക്ട് റിസൾട്ട്. നമുക്ക് ഒബ്സർവ് ചെയ്തും എക്സ്പെക്ട് റിസൾട്ടിലും ഉള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, മോഡൽസ് ടൈം അണ്ടിൽ ആൻഡ് ഈവൻ കൗണ്ട് സച്ച് എസ് മെഷീൻ ഫെയിലിയർ. സോ ബേസിക്കലി ഇവിടെ മെഷീൻ ഫെയിലിയർ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ മോഡൽ ടൈം അണ്ടിൽ ആൻഡ് ഈവൻ ഒക്കെ, അതായത് എപ്പോഴാണോ അത് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് എപ്പോൾ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ പറയത്തില്ലേ, അല്ലെങ്കിൽ പറയുന്ന പോലെ 2 വർഷം കഴിയുമ്പോൾ ഈ മെഷീൻ ഫെയിലിയർ ആവുമായിരിക്കും എന്ന് പറയില്ലേ, അതുപോലെ അത്രയേ ഉള്ളൂ. And next one is T distribution, used for small sample size to estimate popul parameters. So ഒരു population parameters എടുക്കുമ്പോഴത്തേക്ക് ഒരു smaller size capacity നമ്മൾ നോക്കുന്നതാണ് T student distribution. And variable distribution ആണെങ്കിൽ commonly used in reliability and failure analysis. നമുക്ക് failure analysis, ഇപ്പം ഒരു കപ്പൽ ഉണ്ടാക്കി പക്ഷെ കപ്പൽ ഫെയിലിയർ ആയി, അപ്പൊ അങ്ങനെയുള്ള അനാലിസിൽ ഞാൻ എന്തൊക്കെ ഡേറ്റാസ് ഉപയോഗിച്ചാണ് കപ്പൽ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അവിടെ ചെയ്യുന്ന രീതിയാണ് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ പറയുക. ടി സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണ്, സാമ്പിൾ സൈസ് കുറവായിരിക്കും. എക്സ്പെൻഷ്യൽ ആണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ എപ്പോഴാണ് ഇവന്റ് ഉണ്ടാവാൻ പോകുന്നത്
ചി സ്ക്വയർ ആണെങ്കിൽ ഒബ്സർവും എക്സ്പെക്ട് റിസൾട്ടും, എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വേരിയൻസ് അനാലിസിസും അനോവ ടെസ്റ്റിങ്ങും, ലോഗ് നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസിന്റെ പ്രഡിക്ഷൻ പോലെ ഫിനാൻഷ്യൽ ഡേറ്റയ്ക്ക് വേണ്ടി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കോമൺലി യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ കോഡിംഗ് ഓഫ് ഡേറ്റ. സോ കോഡിംഗ് ഓഫ് ഡേറ്റ മീൻസ് ഉദ്ദേശിക്കുന്നത് അസൈനിങ് സിമ്പിൾസ് ഓർ നമ്പർ ടു റെസ്പോൺസ് സോ ദേ ക്യാൻ ബി കാറ്റഗറൈസ് സിസ്റ്റമാറ്റിക്കലി. നമുക്ക് സിസ്റ്റമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിൾസും നമ്പേഴ്സും ഒക്കെ അസൈൻ ചെയ്യുന്ന രീതിയാണ് കോഡിംഗ് ഡേറ്റ. ഇത് കോഡ് ചെയ്ത് വെക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ റൂൾസ് ഓഫ് കോഡിംഗ് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഈസ് അപ്രോപ്രിയേറ്റ്നെസ് ആണ്. കാറ്റഗറൈസിങ് സച്ച് അലൈൻ വിത്ത് റിസർച്ച് ഒബ്ജക്റ്റീവ്. സോ നമുക്ക് റിസർച്ച് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഡേറ്റകൾ വെക്കേണ്ട ആവശ്യമുണ്ട്, അത് കോഡ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അത് കാറ്റഗറൈസ് ചെയ്യുന്നു, ഡയബറ്റിക് പേഷ്യൻ. നെക്സ്റ്റ് വൺ ഈസ് എക്സോസ്റ്റിവ്നെസ്, ഓൾ പോസിബിൾ റെസ്പോൺസ് ഇൻക്ലൂഡിംഗ് ഓഫൺ യൂസ് ആൻഡ് അതർ ഓപ്ഷൻസ്. സോ എല്ലാ ഓപ്ഷൻസും എല്ലാ പോസിബിൾ റെസ്പോൺസുകളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, പോസിറ്റീവായവര്, നെഗറ്റീവായവര്, എല്ലാവരും. നെക്സ്റ്റ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്നെസ്, ഈച്ച് റെസ്പോൺസ് ഷുഡ് ബിലോങ് ടു വൺ കാറ്റഗറി. എക്സാമ്പിൾ ഓക്യുപേഷണൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രായം കൂടിയുള്ള ഡയബറ്റീസ്, പ്രായം കുറഞ്ഞവരുടെ ഡയബറ്റീസ്, അതുപോലെ പ്രൊഫഷണൽ, മാനേജറൽ, ക്ലറിക്കൽ, സ്കിൽഡ്, സെമി സ്കിൽഡ് പറയുന്ന പോലെ. ഇപ്പൊ എക്സാമ്പിൾ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ പ്രൊഫഷണൽ ആയവര്, അല്ലെങ്കിൽ ക്ലറിക്കൽ ഷിപ്പ് ഉള്ളവര്, സ്കില്ലുള്ളവര്, സ്കില്ലില്ലാത്തവര്, സെമി സ്കിൽഡ് ആയിട്ടുള്ളവര്, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ കേട്ടോ. എളുപ്പമാണ്. ഫസ്റ്റ് അപ്രോപ്രിയേറ്റ്നെസ് ആണ്, നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്യുക. എക്സോസ്റ്റിവ്നെസ് ആണെങ്കിൽ എല്ലാ പോസിബിൾ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഇൻക്ലൂഡ് ചെയ്യുക. മ്യൂച്വൽ എക്സ്ക്ലൂസീവ്നെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ഇനി ഡേറ്റ ടാബുലേഷൻ. സോ എ ടാബുലേഷൻ ഈസ് അറേഞ്ച്മെന്റ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇൻ കോളം ആൻഡ് റോ. അതായത് നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ് തുറന്നിട്ട് കുറച്ച് ഡേറ്റാസ് പറക്കി വെക്കുവാണ്, അല്ലെങ്കിൽ ഒരു കോളത്തിനകത്ത് പറക്കി വെക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡേറ്റ ടാബുലേഷൻ. സോ എന്തിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുക. ഫെയിലുവേഴ്സ് ഉണ്ടാകാൻ പാടില്ല, പ്രോപ്പർ ഡേറ്റ നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. സോ സിഗ്നിഫിക്കൻസ് ഓഫ് ടാബുലേഷൻ, നമ്മൾ സ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഒന്ന് സിംപ്ലിഫൈഡ് ആയിരിക്കും, പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പാറ്റേൺസ് റിവീൽ ചെയ്യാൻ പറ്റും, ട്രെൻഡും അറിയാൻ പറ്റും. സോ ഒരു ടേബിളിൽ എന്തൊക്കെ വേണം? ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ വേണം, ക്യാപ്ഷൻ വേണം, സ്റ്റബ് വേണം. സോ സ്റ്റബ് വെച്ചാൽ ദ റോ ഓർ കോളം ദാറ്റ് ലേബിൾ ദ ഡേറ്റ. അതായത് ഈ കോളത്തിനെയും അല്ലെങ്കിൽ ഈ കോളത്തിനെയും റോയിനെയും നമ്മൾ, അല്ലെങ്കിൽ റോയും കോളത്തിനെയും നമ്മൾ ലേബിൾ ചെയ്യുന്ന രീതി കേട്ടോ. ആൻഡ് ബോഡി ഓഫ് ടേബിൾ, ഹെഡ് നോട്ട്സ് ആൻഡ് ഫുട് നോട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടേബിളിന്റെ പാർട്സുകളായിട്ട് വേണ്ടത്. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തൊക്കെയാണ്? സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഡയഗ്രാം ആണ്, നമ്മൾ കാണിക്കുവാണ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. സോ ലൈൻ ഡയഗ്രാം, ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, പൈ ചാർട്ട് ആൻഡ് ഒഗീവ്. സോ ഇതിന്റെയൊക്കെ ഞാൻ ഷോർട്ട് ആയിട്ടുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് വായിച്ചു വെക്കാം. സോ ലൈൻ ഗ്രാം ആണെങ്കിൽ എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ ഡേറ്റ യൂസിംഗ് ലൈൻസ് ആണ്. ബാർ ആണെങ്കിലോ റെഗുലർ ബാർസ്. ഹിസ്റ്റോഗ്രാം ആണെങ്കിലോ ന്യൂമറിക്കൽ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഫ്രീക്വൻസി പോളിഗൺ ആണെങ്കിലോ ഫ്രീക്വൻസിയും ഡിഫറെന്റ് ഇന്റർവൽസ് എത്ര ഫ്രീക്വൻസിയിലാണെന്നുള്ളത് ഗ്രാഫ് കാണിക്കുകയാണ് ചെയ്യുക. ഫ്രീക്വൻസി കർവ് ആണെങ്കിലോ സ്മൂത്ത് കർവ് ദാറ്റ് റെപ്രസെന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ പോയിന്റ്സ്. സോ ഡേറ്റ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പൈ ചാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ന്യൂമറിക്കൽ പ്രൊപ്പോർഷൻസ് കാണിച്ചു കൊടുക്കുകയാണ്. ഒഗീവ് ആണെങ്കിൽ മിക്ക ആൾക്കാർ കേട്ട് ഉണ്ടാവില്ല. എ ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് എ ഡേറ്റ സെറ്റ്. ഒരു ഡേറ്റ സെറ്റിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ അറിയുന്നതാണ് ഒഗീവ് എന്ന് പറഞ്ഞത് കേട്ടോ. സോ ലൈൻ ഗ്രാം ഞാൻ പറഞ്ഞതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിക്കാൻ സിംപ്ലസ്റ്റ് മെത്തഡാണ്. സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും, ലൈൻ പോലെ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സ് വൈ ലൈൻസ് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. ഈച്ച് ലൈൻസും ഓരോ ഒബ്സർവേഷൻ കാണിക്കാറുണ്ട്. സോ ഹൈറ്റ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാറുണ്ട്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഈസ് കെപ്റ്റ് യൂണിഫോം, നമ്മൾ യൂണിഫോം ആയിട്ട് വെക്കാറുണ്ട്. ക്വിക്കാണ്, സിമ്പിൾ ആണ്, മോർ ഈസി ആണെന്നുള്ളതാണ്. ബാർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ഓരോ ബാറുകൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാം. സോ അറിയാലോ, ഇതൊരു ബാർ ചാർട്ട് ആണ്, കോമൺലി ഉപയോഗിക്കുന്നതാണ്. റെഗുലർ ബാർസ് ഉണ്ടായിരിക്കും. സോ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയാൻ പറ്റും, എത്ര ഹൈറ്റ് കൂടുതൽ അതനുസരിച്ച് റിസൾട്ട് കൂടുതലാണ് അർത്ഥം. അതെല്ലാത്തിനും അങ്ങനെയാണല്ലോ. സോ ബാർസ് ആർ ഡ്രോ വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി. നമ്മൾ ഒന്നെങ്കിൽ വെർട്ടിക്കലി വരയ്ക്കാം, ഇല്ലെങ്കിൽ ഹൊറിസോണ്ടലി വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം, ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെയും വരയ്ക്കാം അല്ലെ. സോ ടൈപ്പ് ഓഫ് ബാർ ഗ്രാമിലാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ഉണ്ട്, സബ് ഡിവൈഡ് ഉണ്ട്, പെർസെന്റേജ് ഉണ്ട്. സോ കൂടുതൽ ആൾക്കാർ ഈ നമ്മുടെ PPTയും എക്സലും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികം ഒരു ഐഡിയ ഉണ്ടായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോഗ്രാം ആണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ കോളം വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് ആസ് കോളം. ഹൈറ്റ് ഓഫ് ദി കോളം ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി. സോ
പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുള്ളതാണ്. സോ സിമിലർ ടു ബാർ ഡയഗ്രാമും ഒക്കെ സെയിം തന്നെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ എഴുതി വെക്കുക. പക്ഷേ നോ സ്പേസ് ബിറ്റ്വീൻ കോളം റെപ്രസെന്റേഷൻ ഈച്ച് ക്ലാസ് ആർ ഇൻ ക്ലോസ് കോൺടാക്ട്. ഇതിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞു അല്ലേ. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ അങ്ങനെ സ്പേസ് ഇല്ല, കാരണം ഇങ്ങനെ അടുത്തടുത്തുള്ളത് ഓരോരോ ലൈൻ. മറ്റിടത്ത് വെച്ചാൽ ഓരോരോ സ്പേസ് ഉണ്ടാവും, ഇവിടെ അങ്ങനെ സ്പേസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അടുത്തടുത്ത് ആയിരിക്കും ഉണ്ടാവുക. എളുപ്പമാണ്, സെയിം അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പടം വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ നമ്മൾ വരച്ച് പോകുന്ന രീതിയാണ്. നേരത്തെ ആണെങ്കിൽ അങ്ങനെയല്ല, ഒരു ലൈൻ ഉണ്ടാവും, നമുക്ക് അറിയാൻ പറ്റും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇന്റർ സ്പേസ് ആയിട്ടുള്ള ഒരു സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രീക്വൻസി കർവ് ആണെങ്കിലോ ദ കോൺസ്റ്റന്റ് ഓഫ് ഫ്രീക്വൻസി കർവ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ പോലെ തന്നെയാണ്. സോ ഫ്രീ ഹാൻഡ് സ്മൂത്ത് കർവ്, അതായത് ദ പോയിന്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ ദ ഗ്രാഫ് ആർ കട്ട് ബൈ എ ഫ്രീ ഹാൻഡ് സ്മൂത്ത് കർവ്. ഫ്രീക്വൻസി കർവ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഫ്രീക്വൻസി പോളിഗൺ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കുറെ സ്മൂത്ത് ലൈൻസ് ഉണ്ടാവും. ഇത് പക്ഷേ ഐഡന്റിഫൈ ഭയങ്കര പാടാണ് കേട്ടോ, അതൊരു ഭയങ്കര പാടാണ്. നമുക്ക് അങ്ങനെയൊന്നും ഇത് കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എസ്തെറ്റിക് പ്രോപ്പർട്ടി കൊടുക്കും, അല്ലെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് അത്ര വലിയ സംഭവമൊന്നുമല്ല. സോ ദ ഫ്രീക്വൻസി കർവ് ഈസ് ഓൾസോ കോൾഡ് സ്മൂത്ത് ഫ്രീക്വൻസി കർവ്. നമ്മളെ ഈ ഒരു ഫ്രീക്വൻസി സ്മൂത്ത് കർവിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സ്മൂത്ത് ഫ്രീക്വൻസി കർവ് എന്നും പറയാറുണ്ട്. ഫ്രീക്വൻസി കർവ് ഓൾസോ ബീങ് ആൻ എൻഡ് ഓൺ ദ ബേസ് ലൈൻ. സോ ഇവിടെ ബേസ് ലൈൻ ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട് കേട്ടോ. സോ സ്മൂത്ത് അപ്പിയറൻസ് ഓഫ് ഡേറ്റ കമ്പയർഡ് ടു ഫ്രീക്വൻസി പോളിഗൺ. സോ പ്രൊവൈഡ് എ സ്മൂത്ത് അപ്പിയറൻസ്. നമുക്ക് കാണാൻ ഭയങ്കര എസ്തെറ്റിക് പ്രോപ്പർട്ടി എന്നേ ഉള്ളൂ. ഞാൻ ടെക്നിക്കലി ഞാൻ പറയില്ല ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി കർവ് കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണ്, ഒരുപാട് ഡേറ്റ വരുമ്പോൾ കോംപ്ലിക്കേറ്റ് ആണ്. നമ്മളെ ഒരു പൈ ചാർട്ടോ അല്ലെങ്കിൽ ബാർഗ്രാം പോലെയൊന്നും അല്ല. ഒഗീരി ആണെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണ്, ഫ്രീ ഹാൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഇവിടെ എക്സും വൈയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്താണ് ഡിസ്പ്ലേയിങ് ടോട്ടൽ ഫ്രീക്വൻസി അറ്റ് എനി ഗിവൺ പോയിന്റ്. ഏത് ഗിവൺ പോയിന്റിൽ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി കാണാൻ പറ്റും. പൈ ചാർട്ട് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈ ചാർട്ട്. സോ നമ്മൾക്ക് എന്താണ് ഓരോ ഫോർമുലോസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഏരിയ ഓഫ് സർക്കിൾ 360. സോ ബേസിക്കലി നമ്മുടെ കേക്ക് പോലെ 360 ഉണ്ടായിരിക്കും. അതിൽ ഇത്ര പോർഷൻ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കില്ല. 25%, 26% കാണിക്കത്തില്ലായോ? ആ ഒരു പരിപാടിയാണ്. കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഈച്ച് സെക്ഷൻ കറസ്പോണ്ടിങ് ദ ഫ്രീക്വൻസി യൂസിങ് ഫോർമുല. നമുക്ക് പൈ ചാർട്ട് ഒരു ഫോർമുല ഉണ്ട്. ആംഗിൾ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് കാറ്റഗറി ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ കാറ്റഗറി ഇൻറ്റു 360. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ പൈ ചാർട്ടും കൺസ്ട്രക്ട് ചെയ്യുക. സോ പൈ ചാർട്ടൊന്നും ഇപ്പം ചെയ്യാറൊന്നുമില്ല, കാര്യം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പൈ ചാർട്ട്. കാരണം നമ്മൾ ഈ ഫോർമുലയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വരും. സർക്കിൾ വരയ്ക്കുക, റേഡിയസ് നോക്കിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമാണ്. അങ്ങനെയൊക്കെ എളുപ്പമാണ്, പക്ഷേ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ പോർഷൻ നമ്മൾ 2 പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട്, ബയോ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നോക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്രയും നിങ്ങൾ നോക്കി തന്നെ പോവുക. ഇവിടെ നിന്ന് എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു 20 മാർക്കിനുള്ളത് ഉറപ്പായിട്ടും കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.